ഉത്തർപ്രദേശിലെ കസൻഗഞ്ചിലെ പതാലി ഏരിയയിലായിരുന്നു 19 വയസ്സുള്ള സഞ്ജു എന്ന് പറയുന്ന ഒരു പയ്യൻ താമസിച്ചിരുന്നത്. സഞ്ജുവിനൊരു അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. 17 വയസ്സായിരുന്നു പ്രായം. അപ്പോൾ ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപാണ് ഇവരുടെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ഈ 2 മക്കളെയും നോക്കിയിരുന്നത്. അതായത് കിട്ടുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ സഞ്ജുവിൻ്റെ അനിയത്തിയുടെയും കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതായത് ഇപ്പോൾ ഫുഡ് ആണെന്നുണ്ടെങ്കിലും പോക്കറ്റ് മണി ആണെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും ചേട്ടന് കൊടുക്കാനായിട്ട് അനിയത്തിക്ക് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചേട്ടൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അനിയത്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഒരു മടി ഉണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയിൽ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ഇവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത്രയും സ്നേഹമുള്ള ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനും അനിയത്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നായിരുന്നു അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. അപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ്റെ മരണശേഷം ആ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിരുന്നത് അവരുടെ അമ്മാവനായിരുന്നു. അതായത് സഞ്ജുവിൻ്റെ അമ്മയുടെ ചേട്ടനായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. വീട്ടിലത്തെ മെയിനായിട്ടുള്ള തീരുമാനങ്ങളും മറ്റുമൊക്കെ എടുത്തിരുന്നതും ആൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സഞ്ജുവിനും അനിയത്തിക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തിരുന്നതും ഒക്കെ ആൾ തന്നെയായിരുന്നു. സ്വന്തം മക്കളെ പോലെ തന്നെ നല്ല സ്നേഹമായിരുന്നു ആ 2 കുട്ടികളോടും അയാൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ മരുമകൾക്ക് പ്രായമാകുമ്പോൾ നല്ലൊരു വീട്ടിലോട്ട് വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹവും അയാൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ ഫാമിലിയുടെ കാര്യമൊക്കെ പോയിരുന്നത്. പിന്നെ ഈ സഞ്ജുവിൻ്റെ അമ്മയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും വീടുകളിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, അതായത് റിലേറ്റീവ്സിൻ്റെ ഏതെങ്കിലും വീടുകളിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും തനിക്ക് ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാനായിട്ട് ഈ റിലേറ്റീവ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇവർ എല്ലാ റിലേറ്റീവ്സിൻ്റെ എല്ലാ പരിപാടിക്കും ഇതുപോലെ തന്നെ പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കല്യാണ പരിപാടിക്കാണ് ഫെബ്രുവരി 3, 2024 ഈ ഒരു സ്ത്രീ പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കല്യാണമാണ്, എനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റില്ല, ഇന്ന് പോയി കല്യാണം കഴിഞ്ഞിട്ട് നാളെ ഞാൻ വൈകുന്നേരം എത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പറയാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ 2 പേരും ഒറ്റക്കാണ്, നോക്കിയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ ആ കുട്ടികളോട് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെ അമ്മ നേരെ കല്യാണത്തിന് പോയി. സഞ്ജു പിന്നീട് കോളേജിലോട്ടും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി സ്കൂളിലോട്ടും പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു 4:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും ഈ പെൺകുട്ടി തിരിച്ചു വന്നു. പിന്നീട് ഒരു 6 മണി ടൈമൊക്കെ ആയപ്പോഴത്തേനും സഞ്ജുവും തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ കോള് വന്നു. കാര്യങ്ങളൊക്കെ ശരിയല്ലേ, എല്ലാം ഒക്കെ സെറ്റല്ലേ എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കോള് വന്നിട്ടുണ്ടായത്. പ്രശ്നമൊന്നുമില്ലല്ലോ, ഫുഡൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയോ, എന്താണ് കഴിക്കാനുള്ള പരിപാടി, എപ്പോഴാണ് കഴിക്കുന്നത്, കഴിച്ചിട്ട് വേഗം കിടക്കണം, കിടക്കുന്ന സമയത്ത് ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം, ശ്രദ്ധിക്കണം, അനിയത്തിനെ നോക്കണം, അവൾ എന്തെടുക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു അമ്മ ഈ പയ്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, ഇതുപോലെ തന്നെ ഇവിടെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, ഫുഡൊക്കെ സെറ്റാണ്, ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈകുന്നേരം കഴിച്ചിട്ട് കിടന്നോളാം, ഡോറൊക്കെ ലോക്ക് ചെയ്തോളാം, ഒക്കെ സെറ്റാണ്, അമ്മ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് സമയം പോയി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ 2 പേരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനിയത്തിക്ക് ഉറക്കം വന്നിട്ട് അനിയത്തി പറഞ്ഞു, ഞാൻ പോയി കിടക്കുകയാണെന്ന് പറയുകയാണ്. ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് കിടന്നോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം മൂപ്പര് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതുപോലെ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ആൾ പോൺ കാണാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പോൺ ഫിലിംസും മറ്റുമൊക്കെ കണ്ട് ഇതിനോട് വല്ലാത്ത രീതിയിലുള്ളൊരു ആസക്തി തോന്നുകയാണ്. എന്താ പറയുക, തൻ്റെ ഇത്തരത്തിലുള്ള ആസക്തി മുഴുവൻ എവിടെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ചിന്ത ആൾക്ക് വരികയാണ്. ആ ഒരു സമയത്താണ് മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയെ അയാൾ കാണുന്നത്. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആരുമില്ല, ഇതൊരു കറക്റ്റ് സന്ദർഭമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആൾ ആ മുറിയിലോട്ട് കയറുകയാണ്. എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന അനിയത്തിയുടെ മേലിൽ കൈവച്ചു. പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു കൈ വന്നപ്പോൾ അനിയത്തി ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ചേട്ടൻ തൻ്റെ ദേഹത്ത് കൈ വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ വല്ലാത്ത രീതിയിൽ അയാൾ ആ ഒരു പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, എന്താണ് ചേട്ടാ ഇങ്ങനെ നോക്കുന്നത്, എന്താണെന്നുള്ള കാര്യം നോക്കും. അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പതിയെ മാറാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു പെൺകുട്ടിയെ അയാൾ കടന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടി കുതറി മാറി തൻ്റെ ചേട്ടനെ തട്ടി മാറ്റിക്കൊണ്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ആകപ്പാടെ ഷോക്കായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആ ഒരു പെൺകുട്ടി ഉണ്ടായത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി തൻ്റെ ചേട്ടനോട് ചോദിക്കുകയാണ്, നിനക്കെന്താ പ്രാന്തായോ, ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ, ഞാൻ നിൻ്റെ സ്വന്തം അനിയത്തിയല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ പാടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കേട്ട് സഞ്ജു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ പിന്മാറിയില്ല.
വീണ്ടും ആ ഒരു പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യാനായിരുന്നു ആ ഒരു പയ്യൻ ശ്രമിച്ചത്. എന്നാൽ അതുകൂടെ കേട്ടപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ദേഷ്യം വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം ഈ മുറിയിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ടിട്ടും ഈ ഒരു സഞ്ജു പേടിച്ചില്ല. ആ പയ്യൻ പുറത്തോട്ട് പോകാതെ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെന്ന് വായ പൊത്തിപ്പിടിക്കുകയാണ്. അതിനുശേഷം ബലം പ്രയോഗിച്ചുകൊണ്ട് വായിൽ തുണി തിരുകി. പിന്നീട് ആ പെൺകുട്ടിയുടെ കൈയും മറ്റുമൊക്കെ കെട്ടിയിടുകയാണ്. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മ വരുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും, അമ്മ വരുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടി ഇതിന് ശേഷം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് ഈ ഒരു പയ്യൻ ചിന്തിച്ചത്. ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് അനിയത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്തായാലും അമ്മാവൻ്റെ അടുത്ത് പറയും, അമ്മാവൻ എന്നെ വന്നു കഴിഞ്ഞാൽ എന്തായാലും തല്ലി കഴിഞ്ഞിട്ട് നേരെ പോലീസിൽ ഏൽപ്പിക്കും. പോലീസിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന ആ ഒരു പയ്യൻ ചിന്തിച്ചു. എന്തായാലും അവൾ പറയുന്നുള്ളൊരു കാര്യം ഉറപ്പാണെന്നുള്ളത് ആ പയ്യനും മനസ്സിലാവുകയാണ്. അപ്പോൾ ആ പയ്യൻ ചിന്തിച്ചത് തൻ്റെ അനിയത്തി ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രഹസ്യം പുറത്തറിയാതിരിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം അനിയത്തിയെ, അതായത് വീട്ടിലാളില്ലാത്ത സമയത്ത് കെട്ടിയിട്ട് സ്വന്തം അനിയത്തെ റേപ്പ് ചെയ്തതിന് ശേഷം അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി സ്വന്തം അനിയത്തിയെ കൊലപ്പെടുത്താനായിട്ട് ആ 19 വയസ്സുള്ള ആ ഒരു പയ്യൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അനിയത്തി പ്രതീക്ഷിച്ചിരിക്കാത്ത ആ ഒരു ടൈമിൽ അടുക്കളയിൽ പോയി കത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ഒരു പയ്യൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് ഫെബ്രുവരി 4, 2024 രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഈ അമ്മാവൻ പെങ്ങളുടെ വീട്ടിലോട്ട് പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. പിള്ളേർ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അവരവിടെ എന്തൊക്കെയായിരിക്കും ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഫുഡൊക്കെ എന്തെങ്കിലും കഴിച്ചു, രാവിലെ എന്താണ് ഭക്ഷണത്തിലുള്ള പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ എത്തി നോക്കുമ്പോൾ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ആൾ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഹാളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ പേര് വിളിച്ചിട്ടും ആരും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അമ്മാവൻ ഡോറ് തുറന്ന് നോക്കുകയാണ്. ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മരുമകൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ചു പോയ അയാൾ അവിടെ നിന്ന് വലിയ വായിൽ ഒച്ചെടുക്കുകയാണ്. അവിടെ നിന്ന് അനങ്ങാൻ ആളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കൂടെ പേടിച്ച് ഞെട്ടി ആ ഒരു ഒച്ചെടുക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ ആ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് ഓടിക്കൂടുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ടു അവരും തന്നെ ഞെട്ടിത്തെറിച്ചു പോയി. അതിനോടൊപ്പം തന്നെ കുറച്ച് ആളുകൾ പോലീസിനെയും വിവരം അറിയിച്ചു. വിവരം അറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം അവരവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ബോഡിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു സൈഡിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മാവൻ തൻ്റെ മരുമകനെ അന്വേഷിച്ചു. അതായത് ആ പയ്യനെ കണ്ടിട്ടില്ല, ആ പയ്യൻ എവിടേക്ക് പോയി എന്നറിയില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോണാണെന്നുണ്ടെങ്കിൽ റീച്ചബിൾ അല്ല. അപ്പോൾ ആൾക്ക് ആകെപ്പാടുണ്ടായിരുന്ന ഒരു സംശയം ഇങ്ങനെയായിരുന്നു. അതായത് ആ ഒരു വീട്ടിൽ അന്ന് രാത്രി ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തൻ്റെ മരുമകനാണോ മരുമകളെ കൊന്നത് എന്നുള്ളൊരു ചിന്തയിൽ ആള് പോലീസിൻ്റെ അടുത്ത് ഈ കാര്യം പറയാനുണ്ടായത്. അപ്പോൾ ആദ്യം തന്നെ എന്തായാലും ആ ഒരു പയ്യനെ പിടികൂടി ചോദ്യം ചെയ്യാമെന്ന് പോലീസുകാരും വിചാരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു പയ്യനെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അന്ന് ഈവനിങ് തന്നെ ആ ഒരു പയ്യനെ പൊക്കുകയായിരുന്നു. അതിനുശേഷം നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. നീ എന്തിനാണ് അവിടെ നിന്ന് മുങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു പയ്യൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കും അതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നീ ഒരു പയ്യൻ പറഞ്ഞു. എന്നാൽ പോലീസുകാർ അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. ഈ ഒരു പയ്യൻ പറയുന്നത് പച്ചക്കള്ളാണെന്നുള്ളത് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. പിന്നീട് ആ ഒരു പയ്യനെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ പോലീസുകാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അപ്പോഴാണ് നടന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പയ്യൻ തുറന്ന് പറയുന്നത്. എങ്ങനെയാണ് എന്തിനാണ് താൻ തൻ്റെ സ്വന്തം അനിയത്തിയെ കൊന്നതെന്ന്. ആ ഒരു പയ്യൻ രാത്രി ഇതുപോലെ തന്നെ പോൺ ഫിലിമൊക്കെ കണ്ട് തൻ്റെ ആസക്തി അടക്കാൻ സാധിക്കാതെ വീട്ടിലാരില്ലല്ലോ. അപ്പോൾ ആകെപ്പാട്ടുള്ളൊരു സ്ത്രീ അനിയത്തിയാണ്. അപ്പോൾ ആ അനിയത്തിയുടെ മേത്ത് തൻ്റെ കാമം തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അനിയത്തിയെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു പെൺകുട്ടി പുറത്ത് പറയുന്നുള്ളൊരു ഭയത്തിൽ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്ത കഥ അങ്ങനെയാണ് പോലീസുകാർ അറിയുന്നത്. ഇതൊക്കെ കേട്ട് പോലീസുകാർ തന്നെ ഷോക്കായി പോവുകയാണ്. ഇതിപ്പോൾ എന്തായാലും ഈ ഒരു കേസ് കോടതിയിലാണ്. ബാക്കി എന്താണെന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും ഈ ഒരു സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.